യെസ് അങ്ങനെ നമ്മൾ എത്തിയില്ലേ? എത്ര നാൾ നമ്മുടെ പ്ലാനിങ് ആയിരുന്നു. റിലാക്സ് റഹാൻ, ഇനി നിന്റെ ആർക്കിടെക്ട് മൈൻഡ് ഒക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചോ. കാരണം ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ചില്ലായിരിക്കണം. എടി ചില്ലായിരിക്കാൻ വേണ്ടി തന്നെയാണല്ലോ എന്റെ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ സോളോ ട്രിപ്പ് പ്ലാൻ ചെയ്യാണ്ടിരുന്നേ. അത് മാത്രല്ല നിന്നെ ബ്ലൈൻഡായി വിശ്വസിച്ച് ഇറങ്ങി പോകുന്നല്ല ഞാൻ. ഓ, അപ്പൊ നീ എന്നെ ട്രസ്റ്റ് ചെയ്തു. സത്യം പറയാലോ, ഞാനുള്ളോണ്ട് ഈ ട്രിപ്പ് നിന്റെ ലാപ്ടോപ്പിൽ വെറും ബ്ലൂ പ്രിന്റ് ആയിട്ടിരുന്നില്ല. ഞാൻ നിന്റെ അൺഒഫീഷ്യൽ ട്രാവൽ ഗൈഡ് ആണ് എന്നാണ് എന്റെ സംശയം. ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഒരു സ്ട്രെസ് ബസ്റ്ററിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ മെന്റലി ഭയങ്കര ഡൗൺ ആയി പോയനെ. പിന്നൊരു കാര്യമുള്ളത്, നീ ബുക്ക് ചെയ്ത റിസോർട്ട് കൊള്ളാം, വേർത്ത് മണി. എന്റെ ചോയ്സ് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും. അതിപ്പോ റിസോർട്ട് ആയാലും കണ്ടുപിടിക്കുന്ന പാർട്ട്ണർ ആയാലും. എന്തൊരു വെയിലല്ലേ അവിടെ. ക്യാബ് നമുക്ക് പോയി ബുക്ക് ചെയ്തിട്ട് അവിടുന്ന് പോവാം. അതാ പൂൾ സൈഡ്. ഓ നൈസ്. ഓ അതൊന്ന് ഞാൻ പിടിക്കാം. എന്റെ പൊന്നിതെന്താ കല്യാണ നാട്ടിൽ കൊണ്ടുവന്നേക്കണേ. Hi. Can you show me the check-in details? Okay. Yeah. Thank you. That would be good. അല്ല എടി, ഇതെന്താ നീ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുള്ളൂ? അതിനിപ്പോ എന്താ? എന്തിനാ വെറുതെ 2 റൂം ബുക്ക് ചെയ്ത് കാശ് കളയുന്നേ? നമ്മള് സ്ട്രേഞ്ചേഴ്സ് ഒന്നും അല്ലല്ലോ, ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ. അതുകൊണ്ട് ഒരെണ്ണേ ബുക്ക് ചെയ്തുള്ളൂ. കുഴപ്പമുണ്ടോ? അതൊരു വല്ലാത്ത ലാഭിക്കലായി പോയല്ലോ. നല്ല സർവീസ് അല്ലേ? അല്ല ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ, നിങ്ങൾ വ്ളോഗേഴ്സിന് ഇത് സുഖാലേ, ആരെങ്കിലും പറ്റിച്ച് ഓസിക്ക് തിന്നിങ്ങനെ ചുമ്മാ നടക്കാം. ഇതിപ്പോ ഒരു കൊളാബിയതിന്റെ പേരിൽ ഫ്രീ റൂം, ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ്. ഓഫ് ലൈഫ് തന്നെ. എടാ, ഇത് അത്ര എളുപ്പമൊന്നും അല്ലേ ഈ വ്ളോഗ് ചെയ്യാൻ വേണ്ടിട്ട്. നല്ല ഹാർഡ് വർക്കും കൺസിസ്റ്റൻസിയും എഫേർട്ടും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നല്ലൊരു വ്ളോഗർ ആവാൻ പറ്റുള്ളൂ. എന്തിനു നുണ പറയാനാണോ ഈ ഹാർഡ് വർക്കും കൺസിസ്റ്റൻസിയും ഒക്കെ? എല്ലാ വ്ളോഗേഴ്സും നുണയൊന്നും പറയാറില്ല. ഞാൻ നല്ല ക്വാളിറ്റി ഉള്ള വ്ളോഗറാണ്. ഓ ഓക്കെ. സാരലേ തൂമോവിയമായി നാട്കളും കടൈந்தே போகிறதே வாசனை தூவும் இலையினை அறிமுகம் தந்த காதலை இதமாய் தழுவும் காற்றை போல் நீ பேசி சென்றாய் ஆழங்களில். சாரலே தூமோவியமாய் நாட்களும் கடைந்தே போகிறதே. എന്താണ് ബ്രോ ഇത്ര വലിയ ഡീപ് തോട്ട്? ഒന്നുമില്ല, ചില സന്തോഷങ്ങൾ അങ്ങനെയാണ് ജിനി. നമ്മൾ ഷെയർ ചെയ്യുന്ന ആളായിരിക്കും അതിന് റിയൽ വൈബ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ നിന്റെ കൂടെ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന ഓരോ മൊമെന്റും എനിക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. റഹാനെ, നീ ശരിക്കും ആർക്കിടെക്റ്റ് ആണോ അതോ ഫിലോസഫിയും പഠിക്കുന്നുണ്ടോ? സത്യം പറ. അല്ല, ചില നേരത്തെ നിന്റെ ഡയലോഗ്സ് കേട്ടിട്ട് ചോദിക്കുന്നത്. സത്യം പറ.
നീ എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടോ? നീ ഈ ട്രിപ്പിൽ ഭയങ്കര സൈലന്റ് ആണ്, അതുകൊണ്ട് ചോദിച്ചതാ. ഉണ്ടായിരിക്കാം. എൻ്റെ മനസ്സിൽ വലിയൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ട്. അത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യണേക്കാളും മുന്നേ ഒന്ന് കൺഫേം ചെയ്യാന്ന് വിചാരിച്ചു, മാത്രമേ ഉള്ളൂ. പിന്നെ ചില കാര്യങ്ങൾക്ക് നമ്മൾ റൈറ്റ് ടൈം ആകുമ്പോൾ പറഞ്ഞാൽ പോരെ. അത് മാത്രമല്ല, അതിൻ്റെ സെറ്റിങ്സ് കൂടി ഒന്ന് കറക്റ്റായിട്ട് വരണ്ടേ. എൻ്റെ അമ്മേ, ബ്ലൂ പ്രിന്റോ? എനിവേ, ഈ ട്രാവൽ ഏജൻസിയുടെ കൊളാബ് കഴിയുമ്പോൾ എനിക്കൊരു വെഡ്ഡിങ്ങിൻ്റെ കൊളാബ് കൂടി ഉണ്ട്. ജസ്റ്റ് കിഡിങ്. എന്തായാലും ആ സെറ്റിങ്സ് ഒക്കെ ഒന്ന് റെഡി ആവട്ടെ, പറയാം. വെയിറ്റിംഗ്. നമ്മുടെ ലൈഫിലെ ഒരുപാട് യാത്രകൾ വരുമല്ലേ റഹാൻ? പക്ഷേ ഈ ഫീലിംഗ്, ഈ മൊമെന്റ്, ഇറ്റ്സ് വെരി യുണീക്ക്. ജെനി, ഞാൻ നിൻ്റെ അടുത്ത് കുറച്ച് നേരമായിട്ടൊരു കാര്യം പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ നീ എന്നിൽ നിന്ന് മൂവ് ചെയ്തേക്കാം. പക്ഷേ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. പറയൂ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഐ ട്രസ്റ്റ് യു റഹാൻ. എടി, എന്തോ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയാ എടി, അതൊരു ബെസ്റ്റ് ഫ്രണ്ട് ലവ് അല്ല. ഐ വിൽ ലവ് വിത്ത് യു. ഇറ്റ്സ് ബീൻ ഇയേഴ്സ്. സത്യം പറഞ്ഞാൽ ഞാൻ നിന്റെ കൂടെയുള്ള ജീവിതത്തിനെ കുറിച്ച് മാത്രം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണം. Oh my God. I don't know what to say. റഹാൻ, നമുക്കിത് കോംപ്ലിക്കേറ്റഡ് ആക്കണോ? നമ്മുടെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഫ്രണ്ട്ഷിപ്പ്. എടി, അത് തന്നെയാണ് ഞാനും ഭയപ്പെട്ടത്. ഈ കോംപ്ലിക്കേഷൻ തന്നെയാണ് എൻ്റെ പ്രണയത്തിൽ ഏറ്റവും വലിയ പേടി. നിന്റെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ ഇഷ്ടം ഒരു ബിസൈഡ് സീക്രട്ട് പോലെ വെക്കാന്ന് വരെ ഞാൻ കരുതിയതാ. പക്ഷെ എൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സ് എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഇത് ഫേക്ക് ചെയ്തിട്ട് നിന്നോട് സംസാരിക്കാനും പറ്റില്ല. ഇങ്ങനത്തെ ഒരു സീക്രട്ട് വെച്ചിട്ട് എനിക്ക് നിൻ്റെ അടുത്ത് ഹാപ്പി ആയിട്ട് ഇരിക്കാനും പറ്റില്ല. നീ എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ടെൽ മീ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. റഹാൻ, എനിക്ക് കുറച്ച് ടൈം വേണം. ഇപ്പം ഈ മൊമെൻറ്റിൽ എനിക്ക് മൊത്തത്തിൽ ബാലൻസ് തെറ്റിയിരിക്കാം. ഞാൻ എപ്പോഴും വിചാരിച്ചത് നീ എൻ്റെ സേഫ് സ്പേസ് ആണെന്നാ. ഓക്കെ, നീ ഒന്ന് പ്രോസസ് ചെയ്യും. ഞാൻ അവിടെ ഉണ്ടാവും. ടേക്ക് ടൈം. എടി, നമ്മളോടും തിരിച്ചു പോയ ശേഷം ഞാൻ വേണമെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യും. നിനക്ക് ഡിസ്കംഫർട്ട് ആവാതിരിക്കാം. ദിസ് ഇസ് നോട്ട് ഹൗ വി ഷുഡ് ടോക്ക്. ഇങ്ങനെയല്ല നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട റഹാൻ. ഇത്രയും ഡീപ്പായിട്ടൊരു കോൺവെർസേഷൻ ഇവിടെ നടക്കുമ്പോൾ ഞാൻ പൊക്കോളാന്ന് പറഞ്ഞാൽ അതിനെന്ത് മീനിങ് ആണ് ഇവിടെ ഉള്ളത്? പിന്നെ ഞാൻ എന്ത് പറയാനാ ജിനി? നീ എൻ്റെ ലവ് എന്തായാലും അക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അതെങ്കിലും രക്ഷപ്പെടുത്താം അത് വിചാരിച്ചിട്ടാ. നീ എന്ന് തൊട്ടാടാ ഇത്രയും ഡള്ളായി തുടങ്ങിയത്? എത്രയും വലിയൊരു ആർക്കിടെക്റ്റാ നീ. സ്വന്തം ലൈഫിന്റെ ഫൗണ്ടേഷൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒളിച്ചു നടക്കണോ? എനിക്ക് എൻ്റെ മനസ്സിൽ എന്താന്നുള്ളത് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല റഹാൻ. എനിക്ക് മനസ്സിലായില്ല നീ പറഞ്ഞത്. റഹാൻ, ഐ ലവ് യു. ഐ ഓൾവേസ് ഡിഡ് ഇറ്റ്. നീ എന്നെ ആദ്യമായിട്ട് നോക്കി ചിരിച്ചില്ലേ ആ മൊമെന്റ് തൊട്ട്, ആ ഫസ്റ്റ് സൈറ്റ്. പക്ഷേ നമ്മുടെ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പില്ലേ, ഐ എം സ്കേർഡ്. നിന്നെ ലോസ് ആവുമെന്നുള്ള ആ പേടി കൊണ്ടാണ് ഞാൻ. എടി, ഇത് ശരിക്കും സത്യമാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു ഫ്രണ്ടിനെ റൊമാൻറ്റിക്കായി സ്നേഹിക്കുന്നതിനേക്കാൾ റിസ്ക്കാണ് പ്രപ്പോസ് ചെയ്തതിനു ശേഷം ആ ഫ്രണ്ടിന് നമ്മളെ ഇഷ്ടമെന്ന് അറിയുന്നത്. അതെ, ഞാനും നീ നമ്മൾ രണ്ട് ഇഡിയറ്റ്സാണ്. നീ എന്നോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ എടാ യു ആർ മൈ സേഫ് പ്ലേസ്. യു ആർ മൈ ഓൺലി ചോയ്സ് റഹാൻ.
എന്നാലും നിനക്കിത് കുറച്ച് നേരത്തെ പറയായിരുന്നു. അതിനെന്താ ഡിലേ ഒന്നും ആയല്ലോ, ചോദിച്ചപ്പോൾ തന്നെ ചേച്ചെടുത്ത് തന്നില്ലേ? അതല്ലടാ പൊട്ടാ, ഈ പ്രപ്പോസൽ നിനക്ക് കുറച്ചുകൂടെ നേരത്തെ ചെയ്യായിരുന്നു എന്നാ പറഞ്ഞേ. ഓ അതോ, ഞാൻ പിടിച്ചുപോയി. കഴിക്കാൻ ഓർഡർ ചെയ്തതല്ലേ? അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് ഈ തായ് ട്രിപ്പ് ഭയങ്കര അടിപൊളിയായി കപ്പിൾ ട്രിപ്പാക്കി മാറ്റായിരുന്നു. നീ വെറുതെ നമ്മുടെ ഡീലക്സ് വില്ലയും പൂളും ഒക്കെ കളഞ്ഞു. അത് ശരി. എന്നാൽ നീ ചോദിച്ചൊരു കാര്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. എന്താ? അല്ല, നിനക്ക് എൻ്റെ കൂടെ എത്ര നാൾ നടന്നിട്ട് എന്താ എൻ്റെ മനസ്സിലുള്ള കാര്യം ഫിഗർ ഔട്ട് ചെയ്യാനോ സെൻസ് ചെയ്യാനോ പറ്റണ്ടിരുന്നേ? അത് വിട്. നീ എന്താ ഇത്ര നാളും വൈകിയത് എന്നോട് ഇത് പറയാൻ? എടീ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേസ് അങ്ങനെയല്ല. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചിട്ട് പറയാണ്ടിരുന്നതല്ല. ഞങ്ങൾ ബോയ്സിന് ഒരു ഫീമെയിൽ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ നമ്മുടെ ലവ് ബോയ് പറയുക, പ്രപ്പോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സീനാ. ഇനി എങ്ങാനും ആ പറയുന്ന സമയത്ത് അവർക്ക് ആ തോന്നലോ ഫീലിങ്സോ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം പോയി, ആ ഫ്രണ്ട്ഷിപ്പും പോകും. ശരിയാ, എനിക്കും അത് തന്നെയായിരുന്നു പേടി. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു, നിന്നെ എനിക്ക് വേണം എന്നുള്ളത്. ലൈഫ് ലോങ് ഫ്രണ്ടായിട്ടല്ല, എൻ്റെ പാർട്ണറായിട്ട്. നിനക്ക് എന്നാലും എന്താ ഇത്രയും നാളും ഇത് എന്നോട് പറയാൻ പറ്റാതിരുന്നേ? അതിപ്പം ഞാൻ എൻ്റെ ഒരു പ്രൊഫഷൻ ബേസ്ഡ് ആയിട്ട് പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഫൗണ്ടേഷൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ ഈ ചുമ്മാ ഒരു ക്ലീഷേ റൊമാൻസ് വെച്ച് പൊളിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, നിന്നെ എനിക്ക് നഷ്ടപ്പെടുന്നത് എൻ്റെ ഒരു ജോബോ എൻ്റെ ഒരു പ്രൊജക്റ്റോ നഷ്ടപ്പെടുന്ന പോലെ അല്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം നിന്നെ. അതാ. അങ്ങനെ നഷ്ടമൊന്നും ആവില്ല. ഇനിയിപ്പോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഫൗണ്ടേഷൻ ഓൾറെഡി ഫിക്സ് ആയതുകൊണ്ട് നമുക്ക് പുതിയതായിട്ട് പ്രണയത്തിന്റെ ഒരു ഫൗണ്ടേഷൻ അങ്ങ് തുടങ്ങാം. നമ്മുടെ ഒന്നിച്ചുള്ള ഒരു ജേർണിയും തുടങ്ങാം. അത്രേ ഉള്ളൂ. ഇപ്പൊ എന്നെക്കാളും നന്നായിട്ട് ഫിലോസഫി നീ പറയാൻ തുടങ്ങിയല്ലോ. കൊള്ളാലോ. കഴിക്കി. അതെ, കൈ കാണിച്ചേ. ഇത് വെച്ചോ. ഇതൊരു പ്രപ്പോസൽ റിംഗ് ഒന്നുമല്ല, നമ്മുടെ തായ് ലവിൻ്റെ ഒരു ടോക്കണും പിന്നെ ഞാൻ നിന്നെ പോലെ വ്ളോഗർ ആവാൻ തീരുമാനിച്ചതിൻ്റെ ടോക്കണും. അങ്ങനെ കരുതിയാൽ മതി. This is perfect, Rehan. പോവാം.